കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് UDF സർക്കാർ മറ്റൊരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. മുൻപ് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തി കുടിയൊഴിപ്പിച്ച് നടപ്പിലാക്കാൻ നോക്കിയ കെ-റെയിൽ എന്ന പ്രഹസനത്തിനെതിരെ ജനപക്ഷത്തു നിന്നും പോരാടിയ ഈ സർക്കാരിന് വികസനമെന്നാൽ ജനങ്ങളെ കണ്ണീര് കുടിപ്പിക്കലല്ല എന്ന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം മുതൽ കൃത്യമായ ബദൽ മാർഗങ്ങൾ മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ പ്രായോഗികമായ ഒരു അതിവേഗ റെയിൽ പാതയ്ക്കുള്ള മാസ്റ്റർ പ്ലാൻ തന്നെ ഒരുക്കിയിരിക്കുന്നത്. മെട്രോമാൻ E. ശ്രീധരന്റെ അസാധാരണമായ പ്രതിഭയും ദീർഘവീക്ഷണവും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് VD സതീശൻ സർക്കാർ നടത്തിയ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള ഈ അതിവേഗ റെയിൽപാത വെറും 60,000 കോടി രൂപയുടെ ചെലവിൽ യാഥാർത്ഥ്യമാക്കുവാനും E. ശ്രീധരൻ സമർപ്പിച്ച പദ്ധതി രൂപരേഖ വ്യക്തമാക്കുകയാണ്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ ധനസമാഹരണ രീതി തന്നെയാണ്. ജനങ്ങളെ കടക്കണിയിലാക്കുന്ന വിദേശ വായ്പകൾക്ക് പിന്നാലെ പോകാതെ സിയാൽ മോഡലിൽ, അതായത് കൊച്ചി വിമാനത്താവളത്തിന്റെ മാതൃകയിൽ ജനകീയ പങ്കാളിത്തത്തോടെ പണം കണ്ടെത്തുവാനാണ് E. ശ്രീധരൻ നിർദ്ദേശിക്കുന്നത്. പദ്ധതി തുകയുടെ 40%, അതായത് ഏകദേശം 24,000 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും ജനകീയ ഓഹരികളുടെയും കണ്ടെത്താൻ കഴിയും എന്ന പൂർണ്ണ വിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ബാക്കി വരുന്ന തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 51.49 എന്ന അനുപാതത്തിൽ പങ്കിടും. ഇതനുസരിച്ച് കേന്ദ്ര വിഹിതമായിട്ട് 18,360 കോടി രൂപയും സംസ്ഥാന വിഹിതമായി 17,640 കോടി രൂപയും ലഭ്യമായാൽ പദ്ധതി സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. DMRCയുടെ പദ്ധതിയായിട്ടാണ് സർക്കാർ ഇതിനെ കാണുന്നത് എന്നതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ അനുമതിയും സഹകരണവും ഇതിന് വേഗത്തിൽ ഉറപ്പാക്കാൻ സാധിക്കും. ഇതൊരു വെറും പ്രഖ്യാപനമല്ല, മുൻകാലങ്ങളിലെ പോലെ അഴിമതി നടത്താനുള്ള പദ്ധതിയുമല്ല. പൂർണ്ണമായ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ 4 അംഗ വിദഗ്ധ സമിതിയാണ് ഇതിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്കായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഗതാഗത വകുപ്പ് സെക്രട്ടറി J. വിനയൻ അധ്യക്ഷനായ സമിതിയിൽ ധനകാര്യ വിദഗ്ധൻ ഡോക്ടർ C. വീരമണിയും സാങ്കേതിക വിദഗ്ധനായിട്ട് E. ശ്രീധരനും ഒപ്പമുണ്ട്. അതിലുമുപരി മുൻപ് കെ-റെയിലിന്റെ പാരിസ്ഥിതിക ആഘാതങ്ങൾക്കെതിരെ ശക്തമായിട്ട് പോരാടിയ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ ശ്രീധർ രാധാകൃഷ്ണനെ കൂടി ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് VD സതീശൻ സർക്കാരിന്റെ വിപ്ലവകരമായ തീരുമാനമാണ്. പരിസ്ഥിതിയെ തകിടം മറിച്ചുകൊണ്ട് ഇവിടെ ഒരു വികസനവും വേണ്ട എന്ന UDFന്റെ പ്രഖ്യാപിത നിലപാടിന്റെ തെളിവാണിത്. തിരുവനന്തപുരം പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെ 473.20 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പാതയെക്കുറിച്ച് 100-ലധികം കൃത്യമായ ചോദ്യങ്ങളാണ് സമിതി DMRCയോട് ചോദിച്ചിരിക്കുന്നത്. ഓരോ 200 കിലോമീറ്ററിലും സ്റ്റേഷനുകൾ വരുമ്പോൾ ട്രെയിനിന്റെ വേഗത അതിനെ ബാധിക്കുമോ? അതിനുള്ള പോംവഴികൾ എന്തൊക്കെയാണ്? നിർദ്ദിഷ്ട സ്റ്റാൻഡേർഡ് ഗേജ് പാതയ്ക്ക് അനുയോജ്യമായ സിഗ്നലിംഗ് സംവിധാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ടോ എന്നതൊക്കെ സമിതി കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ 6.5 കിലോമീറ്റർ നീളമുള്ള തുരങ്കം നിർമ്മിക്കുമ്പോഴുള്ള സുരക്ഷാ കാര്യങ്ങളും സമിതി വിലയിരുത്തി വരികയാണ്. കോട്ടയം, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ തീരദേശ തണ്ണീർത്തട മേഖലകളിലൂടെ പാത കടന്നു പോകുമ്പോൾ തൂണുകൾ നിർമ്മിക്കുന്നത് പ്രകൃതിക്ക് എത്രത്തോളം ദോഷമുണ്ടാക്കും എന്നതിനെക്കുറിച്ചും സമിതി പഠിക്കുന്നുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് പോകൂ എന്ന് സർക്കാർ ഉറപ്പും നൽകുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ടിക്കറ്റ് നിരക്ക് എത്രയായിരിക്കണം, പ്രതിദിനം എത്ര യാത്രക്കാർ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളിലും DMRCയിൽ നിന്നും വ്യക്തത തേടിയിട്ടുണ്ട്. ഈ സമിതി തങ്ങൾക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾ അതീവ ജാഗ്രതയോടെയാണ് പരിശോധിച്ചു വരുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുവാനാണ് നിർദ്ദേശമെങ്കിലും അടുത്ത ആഴ്ച തന്നെ സമിതി സർക്കാരിന് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കും എന്നാണ് അറിയുന്നത്. ജനങ്ങളെ ദ്രോഹിക്കാതെ, പരിസ്ഥിതിയെ തകർക്കാതെ സുതാര്യവും പ്രായോഗികവുമായ വികസനം എങ്ങനെ നടപ്പിലാക്കാമെന്ന് VD സതീശൻ സർക്കാർ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്.